ഇനി കേൾക്കണോ നിങ്ങൾക്ക്? ഈ മൗലവി പറയുന്നു, എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഹുസൈൻ സലഫിനൊന്ന് ചൂണ്ടൽമ കിട്ടാൻ വേണ്ടി ഞാൻ കുറേ കാലമായിട്ട് കളിക്കുകയാണ്. അപ്പൊ ഞാൻ ആദ്യത്തെ വരവിനൊക്കെ ചൂണ്ടൽ അയച്ചിട്ട് കൊടുത്തതാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇപ്പൊ ശരിക്കും ബേളക്ക് കുടുങ്ങിയതാ. കുടുങ്ങിയപ്പോ മൗലവി പറയുന്നത്, നിങ്ങൾക്ക് എന്താ ഇവിടെ ഇത്ര വലിയ താല്പര്യോ? നിങ്ങളെന്താ അവിടെ ഒന്നും പോവാത്തത്? ഒന്ന് കേട്ടോളിയാ സങ്കടം പറയുന്നത്. നിങ്ങൾക്ക് എന്താ ഇതിൽ ഇത്ര വലിയ താല്പര്യം? ഞാൻ നിങ്ങളോട് ചോദിച്ചില്ലേ, സക്കരിയ സലാഹി ഇരുമ്പുഴിയിൽ നിങ്ങളെ വെല്ലുവിളിച്ച് എത്ര തവണ വെല്ലുവിളിച്ചിട്ട് ആ പ്രസംഗത്തിൽ വെല്ലുവിളികളുണ്ട്. നിങ്ങൾ എന്താ വഴിക്ക് പോകാത്തത്? പോകുന്നില്ലല്ലോ. അനസ് മുസ്ലിയാർ വിളിക്കുന്നു, നിങ്ങൾ പോകുന്നില്ലല്ലോ. ഏതൊക്കെ സ്ഥലങ്ങളിൽ നിങ്ങൾ എവിടെ പ്രസംഗിച്ചോ അവിടെ നമ്മളെ ആളുകൾ മറുപടി പറയാൻ തയ്യാറ്. ഇത് നമ്മളിങ്ങനെ അവിടുന്ന് വരാൻ കുറച്ചിങ്ങനെ താമസമുണ്ട് കാണുമ്പോൾ പറയണ്ടോ, ആ സാറാണ് വരുന്നില്ല എന്നിങ്ങനെ പറയാ കേട്ടില്ലേ? അപ്പൊ അതിന്റെ അവിടെ ഒന്നും പോകാത്ത എന്നെ തന്നെ ഇങ്ങനെ നോക്കുന്നത് എന്താണെന്ന് നമുക്ക് ചോദിക്കും. ഞാൻ ഇവിടെ വെച്ച് എല്ലാ മൗലവിമാരെയും ശരിയാക്കുന്നുണ്ട്. നിങ്ങളെ മാത്രമല്ല, അതിന്റെ ഇടയ്ക്ക് എല്ലാവരും ഇടുന്നുണ്ട്. നിങ്ങൾ ഒരൊറ്റ ഒന്നിന് മറുപടി പറയുന്നില്ല. ഞാൻ ഇതൊക്കെ മുമ്പ് കേൾപ്പിച്ചതാ. ഒരൊറ്റ ഒന്നും നിങ്ങൾ മറുപടി പറയുന്നില്ല. മറുപടി പറയുന്നത്, മറുപടി ഓരോന്നിനും പറ. ഇതിനൊക്കെ മറുപടി പറഞ്ഞോ നിങ്ങൾ? ഞാൻ ഇതുവരെ കേൾപ്പിച്ച ഓരോന്നിനും മറുപടി പറഞ്ഞോ? ഇനിയൊന്ന് കേൾക്കണോ സഹോദരന്മാരെ? മൂപ്പരിപ്പ പറഞ്ഞ നിങ്ങൾ കേട്ടോ. ഞാൻ അങ്ങനെ വരുന്നത് കൊണ്ട് കുറച്ച് താമസം ഉണ്ടാവും. മൗലവി ആദ്യത്തെ വരവിന് താമസം ഉണ്ടായിനോ? ആദ്യത്തെ 1-2 വരവിന് താമസം ഉണ്ടായിരുന്നോ? ഞാൻ ശരിക്ക് സ്ക്രീന് വെച്ചിട്ട് അള്ളാഹിന്റെ തൗഫീഖ് കൊണ്ട് ഒരു 1.5 ലക്ഷം ഉറുപ്പ്യന്റെ കമ്പ്യൂട്ടറും പൈസയും കൊടുത്തിട്ട് വാങ്ങിയെന്ന് പറഞ്ഞാൽ ഒരു ചെറുപ്പക്കാർ വാങ്ങി തന്നു. അള്ളാഹ് അവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ. സ്ക്രീനും വാങ്ങി, ക്യാമറയും വാങ്ങി, ഇപ്പൊ അടുത്ത് വേറെ ഒന്നും കൂടി വാങ്ങി, പ്രൊജക്ടർ. ആദ്യം ഒന്നും ഉണ്ടായിരുന്നു, ഒക്കെ ഓരോരുത്തർ വാങ്ങി തന്നെ അള്ളാഹ്ക്കെല്ലാം ബർക്കത്ത് ചെയ്യട്ടെ. അങ്ങനെ ഞാൻ നിങ്ങളെ ഒന്ന് ശരിയാക്കാൻ വേണ്ടി ഇഹ്റാം കെട്ടിങ് ഇറങ്ങിയപ്പോ ഇപ്പൊ മൗലവി പറയാ, ഞാൻ വരാന് ചിലപ്പോ ഒരു 10 മാസം തികഞ്ഞിട്ടേ പിന്നെ അപ്പൊ ഞാൻ കുറച്ച് താമസിച്ചു പോന്ന്. ഞാൻ ചോദിക്കുന്നത്, മുമ്പ് താമസിക്കാറുണ്ടായിനോ? അപ്പം വരാറില്ലായിരുന്നു, ഇപ്പൊ എന്താ താമസിക്കുന്നത്? എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, 5 മാസം കഴിഞ്ഞിട്ടാ വരുന്നതെന്ന് ഞാൻ പറഞ്ഞറിഞ്ഞു പോലും. മൗലവി പറയാ, ഇപ്പൊ 5 മാസമല്ല, ഇനി കുറെ കഴിഞ്ഞ്. മൂപ്പര് പറയാ, മൗലവി അതിന് നേരെ അട്ടിമറിച്ചിട്ട് പറയാണ്, ജനങ്ങൾ മറക്കണമെന്ന് വിചാരിച്ചിട്ട് അയാൾ വരാത്തതെന്നാണ് ഞാൻ പറഞ്ഞു. ഞാൻ ഒരു ദിവസം പ്രസംഗിച്ച 5 മാസത്തേക്ക് അടക്കം കെട്ടലാണെന്ന് ഞാൻ പറഞ്ഞു. അതിന് മൗലവി പറയുന്നറിയോ, ഞാൻ മറക്കാൻ വേണ്ടി പേരോട് ഉറുക്ക് കെട്ടുന്നാ പറയുന്നത്. അങ്ങനെ മൗലവി മറക്കാൻ വേണ്ടിയതാ ഞാൻ പറഞ്ഞു, ജനങ്ങൾ മറക്കാൻ വേണ്ടിയതാ പറഞ്ഞു. മൗലവി പറയാണ്, ഞാൻ മറക്കാൻ വേണ്ടി ഉറുക്ക് കെട്ടുന്ന പറയുന്നത്. അങ്ങനെയൊന്നും ഞാൻ മറക്കൂല കേട്ടോ. അയാൾ മറക്കാന്നല്ല ഞാൻ പറയും. ഞാൻ പറയും ജനങ്ങൾ മറക്കാൻ വേണ്ടിയിട്ടാണ് ഇയാൾ താമസിപ്പിക്കുന്നതാ. ഒന്ന് വെച്ചുവിട്ടാ മോനെ. മൂപ്പര് പറയാണ്, 5 മാസം കഴിഞ്ഞിട്ടാ മൗലവിയുടെ വരിക. 5 മാസം കഴിഞ്ഞിട്ടാ. അതാദ്യം ഒന്ന് കേട്ടോളൂ. എന്താ പറയുന്നത്? 5 മാസം കഴിഞ്ഞിട്ടാ വരിക. മൗലവിന്റെ ഒരു തന്ത്രം കേൾക്കണം നിങ്ങൾക്ക്. ഞാൻ പ്രസംഗിച്ചിട്ട് 5 മാസം 6 മാസം കഴിഞ്ഞിട്ടാ മൂപ്പര് വരുന്നത്. അതിന്റെ എന്റെ ഒരു ഉറുക്ക് 5 മാസത്തേക്ക് അടക്കം കെട്ടല. ഒരു ഉറുക്ക് കെട്ടിയാൽ ഒരു 5 മാസം. അതെന്തിനാ നിങ്ങൾക്ക് മനസ്സിലായോ? പറഞ്ഞുതരാ. ഞാൻ പറഞ്ഞ ജനങ്ങൾ മറക്കണോ? അതെന്തിനാ നിങ്ങൾക്ക് മനസ്സിലായോ? പറഞ്ഞുതരാ. ഞാൻ പറഞ്ഞ ജനങ്ങൾ മറക്കണോ? ഞാൻ എന്താ പറഞ്ഞതെന്ന് മറന്നിട്ട് വേണം മൂപ്പരിക്ക് പറയാൻ. എന്നാൽ വേറെ അങ്ങനെ പറയുമ്പോൾ ആൾക്കാർക്ക് എനിക്ക് ഓർമ്മ ഉണ്ടാകുന്നു. അതിനു വേണ്ടിയാണ് പിന്തി വരുന്നത്. ഞാൻ പറഞ്ഞ മൂപ്പരെന്താ പറഞ്ഞത്? ഞാൻ മറക്കാൻ ഇരിക്കും ഉറുക്കട്ടെ. അതെന്തിനാ നിങ്ങൾക്ക് മനസ്സിലായോ? പറഞ്ഞുതരാ. ഞാൻ പറഞ്ഞ ജനങ്ങൾ മറക്കണോ? അതെന്തിനാ നിങ്ങൾക്ക് മനസ്സിലായോ? പറഞ്ഞുതരാ. ഞാൻ പറഞ്ഞ ജനങ്ങൾ മറക്കണോ? കേട്ടോ, ജനങ്ങൾ മറക്കണോന്ന് ഞാൻ പറഞ്ഞു. അതിന് അയാൾ പറയാ, ഞാൻ മറക്കാൻ എനിക്ക് ഉറുക്കിട്ടു. നിങ്ങൾ കണ്ടോ മൗലവിനെ കബളിപ്പിക്കൽ? ഇനി മൂപ്പര് പറയുന്നേ, ഇയാൾ പ്രസംഗിച്ചിട്ടേ 5 മാസം കഴിഞ്ഞിട്ട് ആ CD ഇറങ്ങുന്നു.